നമസ്കാരം, എല്ലാവർക്കും റെയിൻ ഫോറസ്റ്റ് പെറ്റ്സ് ആൻഡ് പ്ലാന്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഒരു പുതിയ പെറ്റ് പേരന്റ് ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നതാണ്. അതായത് എങ്ങനെ അവരുടെ പെറ്റിനെ പോട്ടി ട്രെയിൻ ചെയ്യാമെന്നുള്ളത്. റെയിൻ ഫോറസ്റ്റിൽ വന്ന് പെറ്റ്സിനെ ആൾക്കാർ മേടിച്ചുകൊണ്ടുമ്പോൾ അവർ ചോദിക്കുന്നത് പോട്ടി ട്രെയിൻഡ് ആണോ, അല്ലെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ എന്നാണ്. ബട്ട് സാഡ്ലി ദ ആൻസർ ഇസ് നോ. അതിന് കാരണം നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. നമ്മൾ താമസിക്കുന്ന വീടും പരിസരവും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എല്ലാ പെറ്റ് പേരൻസിനും തന്നെ അവരുടെ പെറ്റ്സിനെ എങ്ങനെ പോട്ടി ട്രെയിൻ ചെയ്തെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ആസ് സച്ച് ദർ ഇസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ആസ് ടു ഹൗ ടു ടോയ്ലറ്റ് ട്രെയിൻ യുവർ ഡോഗ്. എല്ലാ പെറ്റ്സിനും നമ്മുടെ കുട്ടികളെ പോലെ തന്നെ അവരുടേതായ ഒരു പേസ് ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കാൻ മാത്രമേ വഴിയുള്ളൂ. ബട്ട് അതിലൂടെ തന്നെ ചില ടിപ്സിലൂടെ നമുക്ക് അവരുടെ ടോയ്ലറ്റ് ട്രെയിനിങ് കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഒന്നാമത്തെ ടിപ്പാണ് ടു ഹാവ് എ ഡെസിഗ്നേറ്റഡ് സ്പോട്ട്. അതായത് ഈ പപ്പി നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ വീട്ടിലൊരു നിശ്ചിത സ്ഥാനം ഈ പപ്പിയുടെ ടോയ്ലറ്റ് ട്രെയിനിങ്ങിനായിട്ട് നമ്മൾ മാറ്റി വെക്കണം. ആ സ്ഥലത്ത് നമുക്ക് പീ പാഡ്സ് വെക്കാം, അല്ലെങ്കിൽ ഒരു പ്ലേ പെൻ പോലെയുള്ള ഒരു ചെറിയൊരു സെറ്റപ്പ് വെക്കാം. അവിടെ മാത്രം നമ്മുടെ പപ്പിയെ ടോയ്ലറ്റ് ട്രെയിനിങ്ങിനായിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി വെക്കാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലം നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. സെക്കൻഡ് ടിപ്പ് ഇസ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ ഷെഡ്യൂൾ. പപ്പി യൂഷ്വലി റിലീവ്സ് അറ്റ് 3 times. അതായത് മെയിൻലി ഭക്ഷണത്തിന് മുന്നേയും ശേഷവും, രണ്ടാമത്തേത് കളിച്ച ശേഷം, മൂന്നാമത്തെ സിറ്റുവേഷൻ അവർ ഉറക്കം ഉണർന്ന ശേഷം. ഈ 3 സിറ്റുവേഷൻസിലും നമ്മൾ പപ്പിയെ ഈ ഡെസിഗ്നേറ്റഡ് സ്പോട്ട്, അതായത് നമ്മൾ ടോയ്ലറ്റ് ട്രെയിൻ ചെയ്യാനായിട്ട് വെച്ച ഒരു സ്പോട്ട് ഉണ്ടല്ലോ വീട്ടിൽ, അവിടെ കൊണ്ടുപോകണം. അങ്ങനെ നമ്മൾ എപ്പോഴും കൺസിസ്റ്റന്റ് ആയി കൊണ്ടുപോയ ശേഷം മാത്രമേ ഒരു പപ്പി പ്രോപ്പർലി ടോയ്ലറ്റ് ട്രെയിൻഡ് ആവുകയുള്ളൂ. നെക്സ്റ്റ് ഇസ് റീഡയറക്റ്റിംഗ് ദ പപ്പി. മനുഷ്യക്കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന പോലെ തന്നെയാണ് പെറ്റ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത്. വളരെയധികം ക്ഷമ വേണം. അതേപോലെ തന്നെ അവരെ ചീത്ത പറഞ്ഞാൽ ആ ട്രെയിനിങ് വളരെയധികം വേദനാജനകമായ ഒരു പ്രോസസ്സായി മാറും. സോ യു മസ്റ്റ് ബി പേഷ്യന്റ് വിത്ത് യുവർ പെറ്റ്. നമ്മൾ വിചാരിക്കാത്ത സാഹചര്യങ്ങൾ, സ്ഥലങ്ങളിൽ പോയിട്ട് ഇവർ പോട്ടി ഓർ പീ പാസ് ചെയ്യുകയാണെങ്കിലും വളരെ ക്ഷമയോടെ തന്നെ ആ ഒരു ഡെസിഗ്നേറ്റഡ് സ്പോട്ടിലേക്ക് അവർ റീഡയറക്ട് ചെയ്ത് കൊണ്ടുപോകണം. ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയി ചെയ്താൽ അവർ ഒരു ദിവസം പോട്ടി ട്രെയിൻഡ് ആയിട്ട് വരും. ടോയ്ലറ്റ് ട്രെയിനിങ് നന്നായി നടക്കുകയും ചെയ്യും. പെറ്റ്സിന്റെ ടോയ്ലറ്റ് ട്രെയിനിങ്ങിൽ കൺസിസ്റ്റൻസി ആൻഡ് പേഷ്യൻസ് ഈസ് ദ കീ. നമ്മൾ വളരെ ക്ഷമയോടുകൂടി അവരെ ഈ പ്രോസസ്സിലൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ ഈസിലി തന്നെ നമുക്ക് അവരെ ടോയ്ലറ്റ് ട്രെയിൻ ചെയ്തെടുക്കാം. മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ട് ഒരു സ്പോട്ട് അവർക്ക് കൊടുക്കുക, അവിടെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുക. അതുകൂടാതെ അവരുടെ ഷെഡ്യൂൾ മനസ്സിലാക്കി അവരുമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ടോയ്ലറ്റ് ട്രെയിനിങ് പുഷ്പം പോലെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസിന് സ്റ്റേ ട്യൂൺ ടു റെയിൻ ഫോറസ്റ്റ് പെറ്റ്സ് ആൻഡ് പ്ലാന്റ്സ്. താങ്ക് യു സോ മച്ച്.